കാലപ്പഴക്കം കൊണ്ട് ദൈവശക്തിക്ക് തുരുമ്പടിക്കുന്നില്ല. അതെല്ലാ കാലത്തും ദൈവശക്തി തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവെ എന്നോട് ഒരു വാക്കൊന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. വളരെ ആഴമായിട്ട് എന്നെ തൊട്ട, എന്നെ സ്പർശിച്ച ചില ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളോടൊന്ന് പങ്കുവച്ചിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ എഫേസ് ലേഖനം ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ്, ഞാൻ സാധാരണ പൗലോസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഒത്തിരി വാചാലനാകാറുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ അത്യാവശ്യമുള്ള ചില ദൂതുകളിലൊന്ന് തൊട്ട് മുൻപോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ എഫേസോസ് എന്ന് പറയുന്ന പട്ടണം കെയ്സ്റ്റർ നദിയുടെ തീരത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ കേളി കേന്ദ്രമായ ഈറ്റില്ലമായ ഒത്തിരി പുരാതനമായ ഒരു പട്ടണം. ഈ പട്ടണത്തിൽ ദുരാത്മശക്തികളുടെ അതിശക്തമായ വേലിയേറ്റങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ കാണാൻ കഴിയും ചരിത്രത്തിൽ. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 19 1-2 കാര്യം പറഞ്ഞിട്ട് മുൻപോട്ട് വരാം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു സ്ഥലത്തോട്ട് ചെല്ലുന്നു, അവിടെ ഒരു കൂട്ടം ആളുകളെ കാണുന്നു. അവരോട് ഒരു ദൈവമനുഷ്യൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, നമ്മളാണ് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 4.5 മണിക്കൂർ KSRTC ബസ്സിൽ ഒരാളുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്താൽ ഇറങ്ങുന്നതിന് 3 മിനിറ്റ് മുമ്പല്ലാതെ യേശുവിനെ കുറിച്ച് നമ്മൾ മിണ്ടില്ല. കൊച്ചിൻ്റെ യൂണിഫോമിൻ്റെ നിറം ചോദിക്കും, പഠിക്കുന്ന സ്കൂൾ ചോദിക്കും, അവിടുത്തെ ഫാക്കൽറ്റിയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ എത്ര ചോദ്യങ്ങൾ നമ്മുടെ അകത്തിങ്ങനെ അട്ടിയടുങ്ങി കെട്ടിക്കിടക്കുകയാണ്. എന്നാൽ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നടയടി പോലെ ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ ഏത് സഭയിലാണ് കൂടുന്നത്? ആ സഭയുടെ കീഴിൽ എത്ര സഭകളുണ്ട്? ആ സഭയുടെ മാസ വരുമാനം എത്രയാണ്? ആ സഭയ്ക്ക് വാഹനം എത്രയുണ്ട്? ചർച്ച നിൽക്കുന്നത് എത്ര സെന്റ് ഭൂമിയിലാണ്? അതിനിപ്പോൾ മതിപ്പ് വില എന്നാ വരും? ഇങ്ങനെ ഒരു കെട്ട് ചോദ്യങ്ങൾ നമ്മളുടെ അകത്തിങ്ങനെ ഘനീഭവിച്ചു നിൽക്കുമ്പോൾ പൗലോസ് എഫേസോസിലെത്തി ഒരു കൂട്ടം ആളുകളെ കണ്ടിട്ട് അവരോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യമാ, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ? ചേർന്നൊരു ആമേൻ പറയാവോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എഫേസോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത് കെട്ടിടമല്ല, അഭിഷേകമാണ്. കരമൊന്ന് അടിച്ചോ, അന്യഭാഷ പറയാമോ? പുത്തൻകുരിശിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത്, എറണാകുളത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടത്, ചോറ്റാനിക്കരയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത്, കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത് അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഞാനൊരു സാധാരണ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. ദുരന്തത്തിന്റെ കെടുതികളിൽ എൻ്റെ അപ്പനെ കർത്താവ് വിളിച്ച് 39 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ കുമരകത്തുള്ള ഒരു ദൈവസഭയിലേക്ക് വിരലിൽ എണ്ണാനുള്ള ആളുകൾ മാത്രം ആരാധിക്കുന്ന IPCയുടെ ഒരു ചെറിയ സഭയിലേക്ക് എൻ്റെ അപ്പൻ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ മീറ്റിംഗ് എന്ന് പറയുന്നത് കാത്തിരിപ്പ് യോഗമാണ്. നിങ്ങൾ ഈ തലമുറ ആ പേര് പോലും കേട്ടിട്ടുണ്ടാവത്തില്ല. കാത്തിരിപ്പ് യോഗം ഇപ്പൊ നടക്കുന്നല്ലേ കുത്തിയിരിപ്പ് യോഗമാണ്. കാത്തിരിപ്പ് യോഗമൊക്കെ എന്നേ കഴിഞ്ഞു. ഞാൻ സാധാരണ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും കയറരുത്. കഴിക്കുന്ന ചപ്പാത്തിയോടെങ്കിലും സ്നേഹം കാണിച്ചാൽ യോഗത്തിന് 3 പ്രാവശ്യം ആരോഗ്യത്തോടെ കൈയടിക്കാം. അഭിഷേകമൊന്നും വേണ്ട. കഴിച്ച ചപ്പാത്തിയോടുള്ള ഉത്തരവാദിത്തം കാണിച്ചാൽ മതി. മര്യാദയ്ക്ക് 3 പ്രാവശ്യം കൈയടിച്ചു പോവാം. ഹല്ലേലൂയ. അതിന് പോലും മനസാക്ഷിയില്ലാത്ത എത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ പോയി ഒരു 2 മണിക്കൂർ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചിട്ട് ഉപ്പ് നോക്കാൻ സ്വത്രം പറയാത്തൊരു അച്ഛനെ ഞാൻ ആ സഭയ്ക്കകത്ത് കണ്ടു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖവും സങ്കടമൊക്കെ മനസ്സിൽ തോന്നി. ഇതന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നെന്ന്. പിന്നെ ഇപ്പം തുടർമാനമായിട്ട് ദുഃഖിച്ച് ആ ദുഃഖം എന്നാന്ന് ഇപ്പം അറിയാൻ മേലാതെയായി.
അപ്പം ഞാൻ തിരിഞ്ഞെത്തി അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നെ ഈ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറല്ലേ ആയുള്ളൂ, ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷമായെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? 4 വർഷത്തിനോടേക്ക് പുള്ളി ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ 2 മണിക്കൂർ മുമ്പ് വന്ന് നിങ്ങൾ കാണുന്നത്? അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. ഏതായാലും ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി. 1.5 മാസം കഴിഞ്ഞ് ആ സഭക്കാർ എന്നെ വേറൊരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഈ പുള്ളി കാണും. ആമേൻ, അനങ്ങാതിരിക്കുന്ന ഇദ്ദേഹം കാണുമെന്ന്. ഞാൻ അന്ന് സഭയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, കഴിഞ്ഞ യോഗത്തിന് കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരുന്ന ഈ മനുഷ്യൻ തകർത്ത് തുള്ളി ചാടി ആരാധിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അടുത്ത പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നെ ഈ പുള്ളി ഇങ്ങനെ? എന്തായാലും പാസ്റ്റർ പറഞ്ഞു, 28-ാം തീയതി വരെ ഇങ്ങനെ ആയിരിക്കും, അത് കഴിഞ്ഞ് എങ്ങനെയാന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ 28-ാം തീയതിയുടെ പ്രത്യേകത തന്നെ. അന്നേരം പാസ്റ്റർ ജോയി പറഞ്ഞു, അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ശകലം ചെത്തി ബയോപ്സിക്ക് വിട്ടാൽ ഏത് പൊന്നുമോനും അറിയാതെ കൈ അടിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? എൻ്റെ പൊന്നു പ്രിയരെ, പേടിച്ചടിക്കുന്നതല്ല ആരാധന. ഏത് കഷ്ടകാലത്തും കർത്താവിനെ ആരാധിക്കാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ആ കൈ ഒന്ന് അടിച്ച് യേശുവിനെ ഒന്ന് ആമേൻ. ഈ അടി നേരത്തെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പുള്ളി അവിടെ ഇരുന്നോളുകയല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഉഴപ്പിയതാന്ന് പിടി കിട്ടിയോ? ഇയാള് വേണേ വന്ന് പറഞ്ഞു കൂടാ, അങ്ങനെയൊന്നും പറയാൻ എന്നെ കിട്ടുകയല്ല. നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. ഹല്ലേലൂയ. എൻ്റെ മിനിസ്ട്രി മോർച്ചറിയിലല്ല, ഇത് സഭയിലാണ്. ഇത് ജീവനുള്ളവരുടെ കൂട്ടമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായി, അല്ലെങ്കിൽ 83-ലോ 77-ലോ ഒക്കെ സ്നാനപ്പെട്ടതാ. പക്ഷെ ഇപ്പോഴും അവരുടെ കയ്യിൽ ഇങ്ങനെ പാമ്പ് ചുറ്റിക്കിടക്കുന്ന കാണാം. ജീവിതത്തിൽ ഗതി പിടിക്കത്തില്ല, ഒരു ഗതിയും പിടിക്കത്തില്ല, പരഗതിയും പിടിക്കത്തില്ല. നന്മ എവിടെയെങ്കിലും ചെന്നോട്ടാ തൊടുന്നിടം മുടിയും, എവിടെയെങ്കിലും കയറി നിന്നാ കയറി നിൽക്കുന്നിടം മുടിയും. എന്നാന്നറിയാമോ? മെലീത്തേലി ആ പാമ്പിങ്ങനെ കയ്യാ ചുറ്റിക്കിടക്കുകയാ. ഞാൻ ദൈവമക്കളുടെ അഭിഷേകത്തോടെ നീ ഒന്ന് കൊടഞ്ഞാൽ അഴിയാത്ത ഒരു പോരാട്ടവുമില്ല. എന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ പറയാം. നിങ്ങളുടെ പാസ്റ്റർക്ക് അറിയാവുന്ന വാക്യമല്ലേ അത്? നന്നായി അദ്ദേഹം പ്രസംഗിക്കുന്നതല്ലേ? ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, അവർ ലഹരി പിടിച്ചവരെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൺട്രോളിൽ നിന്ന് പോകുകയാണ്. 2024 റാഫയിൽ അത് നടക്കട്ടെ. വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ, നിന്ദിക്കുന്നവൻ നിന്ദിക്കട്ടെ, നോക്കിയിരിക്കുന്നവൻ നോക്കിയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നീ പരിശുദ്ധാത്മാവിന്റെ കീഴിലേക്ക് കയറി വാ. Holy Spirit, Holy Spirit, Holy Spirit. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കൾ. ഓ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ. അയ്യോ, എന്തൊരു ചോദ്യം എന്നറിയാമോ? ഞാനത് തെളിയിച്ച് മുൻപോട്ട് പോകാം. ആമേ. 1-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി എടുക്കണ്ട. വായിക്കുന്ന ഒരാൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എടുക്കണം നിർബന്ധമില്ല. 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ സംഘമായി കൂടിയിരുന്നപ്പോഴെന്നാ. ഓർക്കുന്നുണ്ടോ? അവരെങ്ങനെ കൂടിയിരുന്നു? സംഘമായി കൂടിയിരുന്നു. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. കണ്ടോ? അവർ സംഘമായി കൂടി. ഞാൻ ഞെട്ടിപ്പോയ വാക്യം വായിച്ചപ്പോ, സംഘത്തിൽ യേശുവിന്റെ അമ്മയുണ്ട്. യേശുവിന്റെ അമ്മ മറിയ സംഘത്തിലാണ്. ആ സംഘത്തിൽ നമ്മുടെ 1-ാമത്തെ പോപ്പായ പത്രോസ് അങ്കിളുണ്ട്, അന്ത്രയോസ് ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്, ബർത്തലോമായി ഉണ്ട്, തദ്ദായി ഉണ്ട്, ശിമോൻ ഉണ്ട്. ആ സംഘത്തിൽ ഈ അച്ഛന്മാരും മുഴുവനുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഒരു സംഘമല്ല, 2-ാം അധ്യായത്തിൽ ഒരു സഭയാണ്. Come on, hallelujah. 1-ാം അധ്യായത്തിലെ സംഘം, 2-ാം അധ്യായത്തിൽ സഭയായത് ബോർഡ് എഴുതി വെച്ചിട്ടല്ല, അവരുടെ മടുക്കാത്മാവിറങ്ങി. ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് കർത്താവിനെ ആരാധിച്ചാട്ടെ. ആത്മാവിറങ്ങാതെ നീ എവിടെ ഇരുന്നാലും അത് സഭയല്ല, അത് സംഘമാണ്.
കഴിഞ്ഞ ദിവസം ആരോട് ചോദിച്ചു, പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശേഷാൽ അത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന്. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്നേ പ്ലീസ്, ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്നേ. ഹല്ലേലൂയ. ആമേൻ. ഈ യാന്ത്രിക പെന്തിക്കോസിനകത്ത് പെട്ടുപോകാതെ ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്നേ. ആമേൻ. ഈ ദൈവം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? രാജാക്കന്മാരെ വാഴിക്കുന്നതിലും വീഴിക്കുന്നതിലും ദൈവം ഇടപെട്ടിട്ടില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും നോക്കിക്കോ, ദൈവം അധികാരത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒരു ഭയങ്കര റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉറക്കെ പറയുന്നു, ഇത് ലൈവ് അല്ലേ? ഞാൻ ഉറക്കെ പറയുന്നു, ആരെ വാഴിക്കണം ആരെ വീഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. Come on, come on, come on, come on. ഇന്ത്യ മഹാരാജ്യത്തിൽ വാഴുന്ന സകല ദുരാത്മാക്കളോട് ഞങ്ങൾ ഉറക്കെ പറയാം, ആരെ വാഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ ദൈവമാ. Come on, hallelujah, hallelujah. അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വെഞ്ചാമരം വീശുന്ന തോഴിമാരുടെ നടുവിൽ സുഗന്ധ കാറ്റേറ്റിരുന്നവന് അടുത്ത മിനിറ്റിൽ അവന്റെ വായ്ക്കത്ത് പുല്ല് വെച്ച് കൊടുത്തിട്ട് അവനെ പുല്ല് തീറ്റിച്ച ഒരു ദൈവമാ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത്. ആമേൻ. ഞാൻ ഒരു വാക്ക് കേട്ടി പറയാം. കൈക്കകത്ത് കൃമിയും വെച്ചോണ്ട് വന്ന് ഹെരോദാവുമാരുടെ നിറുകയിൽ അടിക്കുന്ന ദൂതന്മാർ സ്വർഗത്തിൽ ഉണ്ടെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ആ കരമടി ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യയുടെ അധികാരത്തിൽ എന്റെ ദൈവം ഇടപെടാൻ പോകുകയാണ്. ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ എന്റെ ദൈവം Thank you, Holy Spirit. പത്രോസിനെ പുറത്തെടുക്കുന്നു. ഹെരോദാവിന്റെ നിറുകയിലേക്ക് ഒറ്റയടി അടിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് കൈവലിക്കുമ്പോൾ അവനെ കൃമി തിന്നുന്നത് ലോകം കാണുകയാ. അത്ര ദൈവത്തെയാ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? എന്റെ കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്. ഒരു വാക്കോടെ ഞാൻ പറയാം. ഈ പഴയ നിയമത്തിൽ ദൈവം ചെയ്ത വലിയ പ്രോജക്റ്റുകൾ പലതുണ്ട്. അതിനകത്തൊന്നാണ് നോഹയുടെ പെട്ടകം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതിനകത്തൊന്നാണ് നോഹയുടെ പെട്ടകം. അത് ദൈവം അല്ല പണിതത് നോഹയാ. ദൈവമാ പണിയിപ്പിച്ചത്. തെറ്റ് പറയരുത്. പണിയിപ്പിച്ചതാരാ? സ്കെച്ചും പ്ലാനും ഒക്കെ ആരുടെയാ? തമ്പുരാനപ്പയുടെയാ. പക്ഷെ പണിതതാരാ? നോഹയാ. ഇനി ആലയം പണിതതോ? ബെസലേലും ദിവ്യ ജ്ഞാനം കൊണ്ട് നിറച്ചു വെച്ച് കർത്താവ് അവരെ കൊണ്ട് പണിയിപ്പിക്കുക. തമ്പുരാൻ ഇറങ്ങി വന്ന് പണിയല്ലായിരുന്നു. പഴയ നിയമത്തിലെ കെട്ടുപണിയല്ല, ദൈവം നിന്ന് വേറൊരാളെ കൊണ്ട് പണിയിപ്പിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ സഭയുടെ കാര്യം പറഞ്ഞപ്പോ യേശു പറഞ്ഞു, കേൾക്കണോ? ഇത് ഒരുത്തനും പണിയണ്ട, ഞാൻ എന്റെ സഭയെ പണിയോ. ആമേൻ. എത്ര പേരാ കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ഞാൻ ആമേൻ എന്റെ സഭയെ പണിയാൻ. അതുകൊണ്ട് തന്നെ ഇതിനെ ജയിക്കാമെന്ന് ഏതെങ്കിലും പാതാള വ്യൂഹങ്ങൾക്ക് വ്യാമോഹമുണ്ടെങ്കിൽ ഇച്ചിരി കേരള ഭാഷ പറയാം, അതിനുവേണ്ടി അടുപ്പത്ത് വെച്ച് ആ വെള്ളം ഇറക്കി മാറ്റിക്കൂ. ആമേ. കർത്താവ് സഭയെ പണിതിരിക്കും. ഹല്ലേലൂയ. മുൻപോട്ട് പോകട്ടെ. എഫേസോസിൽ ചെന്നേച്ച് ദ്യോവിൽ നിന്ന് വീണ് കെട്ടിയ അരസികമായ ബിംബത്തെ സേവിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ഈറ്റില്ലമായ തെർവാഴ്ച നടത്തുന്നിടത്ത് ഒരു കൂട്ടം ആളുകളെ കണ്ടിട്ട് പൗലോസിന്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇത് ചോദ്യമാ റാഫയോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ, അതോ നിലാവത്തെ കോഴിക്കുഞ്ഞിനെ പോലെ തണുപ്പും കാറ്റും കൊണ്ടു പോകാനാണോ യോഗത്തിന് വരുന്നത്? നീ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇത്രയും നാളിനോടേക്ക് അയ്യോ ഞാൻ
വീട് വെച്ചു, ഞാൻ വണ്ടി മേടിച്ചു, ഞാൻ തോട്ടം മേടിച്ചു. ദൈവത്തിന്റെ ചോദ്യം അതല്ല. നീ ആത്മാവിനെ പ്രാപിച്ചോ? രണ്ട് കാര്യം പറഞ്ഞിട്ടേ ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഇന്നത്തെ രാത്രിയിലെ പ്രസംഗത്തിനകത്ത് കെട്ടിടവും റബ്ബർ തോട്ടവും വരികയില്ല, പൊതുവെ വരാൻ സാധ്യത കുറവാ. അത് കേട്ടിട്ട് ആരെങ്കിലും ബഹളം വെക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബഹളം നാളെ വെച്ചാൽ മതി, ഇന്നത്തേക്ക് വിട്ടേര്, തുടരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചിട്ട് ബൈബിൾ പറയുന്ന വാക്കാ, എന്റെ ആത്മാവില്ലാത്തവനെ എനിക്കുള്ളവനല്ല. ഇത്ര ഖണ്ഡിതമായൊരു വചനം വേറെ ഉണ്ടോ? ഓ, നിങ്ങൾ കേട്ടില്ലല്ലേ? കമോൺ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. പുതിയ നിയമത്തിൽ ആത്മസാന്നിധ്യം ഇറങ്ങിയ 8 സ്ഥലങ്ങളിലെ അടയാളം അന്യഭാഷയാ. അന്യഭാഷ നിറവ് പ്രാപിക്കാതെ കൈകട്ടി പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഒരുത്തനും സ്വർഗം വെറുതെ കിടന്നാലും അവിടെ കയറാൻ പറ്റില്ല. ഇത് എന്റെ കുറ്റമല്ല, അതാണ് ഉപദേശം. എത്ര പേര് കണ്ണു തുറന്നിരുന്ന് എന്നെ കേൾക്കുന്നുണ്ട്? രാവിലത്തെ അലച്ചിലും ഈ ചൂട് ഓട്ടമൊക്കെ നിങ്ങളെ കണ്ണടച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പിശാചിനോട് പറഞ്ഞ ഞാനൊരു 9 മണി വരെ കണ്ണു തുറന്നിരിക്കാൻ പോവാന്ന് പറഞ്ഞ. ഹല്ലേലൂയ. എന്റെ ആത്മാവില്ലാത്തവൻ പറഞ്ഞോ എനിക്കുള്ളവനല്ല. ഇനി എൻ്റെ ഈ ചെറിയൊരു പ്രഭാഷണ ജീവിതത്തിൽ ഞാനൊക്കെ ഒരു കോണിൽ കിടക്കുന്ന ഒരു പാമ്പ് പിടിച്ചാണ്, വെറുതെ വിട്ടേക്കണം. ഇന്നലെ എന്നെ ഏറ്റവും കൂടുതൽ വിരട്ടിയ ഒരു അധ്യായമുണ്ട്, അത് മത്തായി 25. എടുക്കണമെന്നല്ലേ സസ്, ഞാൻ പറഞ്ഞു വിടാം, എന്നാലും എടുത്തു വെച്ചു വെറുതെ. മത്തായി 25. ഈ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി അവിടെ കിടപ്പുണ്ട്. മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഇനി ചൂടെടുത്ത് പറയട്ടെ, ക്രിസ്ത്യാനിറ്റി കെട്ടിടങ്ങളിലല്ല, ക്രിസ്ത്യാനിറ്റി വഴികളിലാണ്. ഇത് സഞ്ചാരമാണ്. അതുകൊണ്ട് അപ്പച്ചന്മാർ പാട്ടത് സിയോൻ സഞ്ചാരി, യേശുവിൽ ചാരി ഞാൻ. ഓ മരുഭൂവിൽ നിന്ന്, അറിയോ പാട്ട്? പ്രിയന്മേൽ ചാരി. ആ പാടിച്ചോണ്ട് ടോപ്പി പറഞ്ഞ ആ കൊച്ചത് പിടിച്ചിരിക്കുന്നോണ്ട് ഞാൻ അങ്ങനെ പാടിയെന്നേ ഉള്ളൂ. അവിടെ പിടിച്ചാൽ മതി. മോഹനരൂപിയായി വരുന്നതാമിവളാരോ. ഒരെണ്ണത്തിന് അറിയത്തില്ല, വാ പോലും അനങ്ങുന്നില്ല. മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. പാർത്തലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ സത്യസഭ ഇതെന്നറിഞ്ഞിടുക. ഇനി നിങ്ങൾ പാടുന്ന കേൾക്കണം. ഉണരുക സഭയെ, രാത്രി കഴിവാറായി പകലിറ്റ മടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കർത്തനുമെഴുന്നള്ളാറായി. അടുത്ത ചോദ്യം ഫീൽ ചെയ്യരുത്. സോദരെ ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ, നാം വീരരായി ഗമിച്ചിടുക. ഈ നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ ഈ പണ്ട് കാലത്തൊക്കെ സഭകളിലൊക്കെ ചെന്നാൽ ഈ ഓർഗണം ഇതുപോലത്തെ ഡ്രം സെറ്റ് ഒന്നുമില്ല. അന്ന് മുഴുവനുള്ളത് ഈ നമ്മുടെ തമ്പാറല്ലേ, തമ്പാറ. അന്ന് ഈ പാട്ടൊക്കെ അന്നത്തെ സഭായോഗമൊക്കെ മേക്കൂരയ്ക്ക് തീ പിടിക്കുന്ന പാട്ടുകളാണ്. ഇങ്ങനെ മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി മോഹനരൂപിയായി വരുന്നതമിവളാരോ. മരുഭൂവിൽ നിന്ന് പ്രിയ
എന്മേച്ചാരി മോഹന രൂപിയായി വരുന്നതമിവളാരോ പാർത്തലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയ സത്യസഭയിതെന്നറിഞ്ഞിടുക. ഉണരുക, സഭയെ ഉയർത്തുക. നിങ്ങള് കൈയടിക്കണ്ട, അതൊക്കെ പാടണമെങ്കിൽ നല്ല ആംബിയർ വേണം. അത് സഭയെ കുറിക്കുന്ന ഉത്തമഗീത 8:5. മരുഭൂമിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാര്. ആമേൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവേ, സമയം പോകുന്നുണ്ട്. അപ്പൊ മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയാണ് ക്രിസ്ത്യാനിറ്റി. അവിടെ 3 ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഒന്ന്, കന്യക. കന്യക കന്യക എന്ന വാക്കിന്റെ അർത്ഥം പുരുഷൻ തൊടാത്തവൾ. ആ വാക്കിന്റെ മീനിങ് അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. കർത്താവിന്റെ അടുത്ത് പോകണമെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന ദൂതിനകത്ത് കോംപ്രമൈസ് ഇല്ല, അനിഷേധ്യമായ. രണ്ടാമത്തത് എക്സോഡസ്, പുറപ്പാട്. ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളെ വിട്ട് പിമ്പിലുള്ളതിനെ മറന്ന് എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ഭാഷയെ ഞാൻ പറയാം, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി ആമെ നിൽക്കാനുള്ള അനുവാദം ഒറിജിനൽ ദൈവമക്കില്ല. കണ്ടോ കണ്ടോ, ആമേൻ കിടന്ന് വലിച്ചില് കണ്ടോ. നമ്മളിതെല്ലാം ജനകീയമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷേ പുസ്തകം പറഞ്ഞാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് അവ പണ്ട് കാണിച്ച ഇടപാടുകളിലേക്ക് പോകരുത്. ഇപ്പോഴും ഈ ചിലരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോ ആ നിന്നിടത്ത് നിന്ന് വെച്ചൊരു കറക്കം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് ദിക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സാധനം ഒരു ശകലം ബ്ലഡിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഞാനിപ്പോ പെന്തിക്കോസിലാണല്ലോ എന്ന്. എന്നാലും പിന്നെ ഒന്നുകൂടെ കറങ്ങി അത് അന്യഭാഷയാക്കി ഇനി വരും. അതിങ്ങനെ പോട്ടെ, ഐ ആം സോറി. എനിക്ക് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരണം. അപ്പോ ഒന്ന് കന്യക, വിശുദ്ധ ജീവിതം. 2 പുറപ്പാട്. ഞാൻ ദൈവമക്കളോട് പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നോട് സ്നേഹിച്ചാലും വെറുത്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, ഇന്നലകളെ വിടണമെന്ന് പറഞ്ഞാൽ വിടണം. ആ ഏതെങ്കിലും ഒരു ദൈവദാസൻ വിശുദ്ധി എന്ന് പറഞ്ഞൊരു പദം പറഞ്ഞ അന്നേരം ഒരു വിശുദ്ധം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ നിൽക്കരുത്. അത് അവന്റെയോ നിങ്ങളുടെയോ കുഴപ്പമില്ല. ഈ പുസ്തകം അത് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. കാര്യം ഓടിച്ചെന്ന് കേറാൻ പറ്റിയ വെയിറ്റിംഗ് ഷെഡ് അല്ല സ്വർഗമെന്ന് പറയുന്നത്. മഴയത്ത് കേറി നിൽക്കാൻ പറ്റിയ കടത്തിണ്ണയല്ല സ്വർഗമെന്ന് പറയുന്നത്. അത് യാഗം കഴിച്ച് എന്നോടും നിയമം ചെയ്ത എന്റെ വിശുദ്ധൻ. അടുത്ത വാക്ക് എന്താണെന്നറിയോ? ഈ വിളക്കിലും പാത്രത്തിലും എണ്ണയില്ലാത്ത 5 പേര്. പാത്രത്തിനകത്തെ എണ്ണയില്ലായ്മയാണ് ഈ 5 പേരെ അകത്ത് കയറ്റാഞ്ഞതെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ, പാത്രത്തിനകത്തെ എണ്ണയില്ലായ്മയാണ് 5 പേരെ അകത്ത് കയറ്റാഞ്ഞതെങ്കിൽ, വിളക്കിലെ എണ്ണയും കൊണ്ട് പോയിട്ടും 5 പേര് കൈവിടപ്പെട്ടു പോയെങ്കിൽ ആത്മനിറവില്ലാത്ത ജീവിതം ഭയങ്കര അപകടമാണ്. എനിക്ക് ഇച്ചൂടെ പറയണം. നിങ്ങളിത് കേട്ടേച്ച് പോയാ മതി. നിങ്ങളുടെ ഇളയ കൊച്ചിന്റെ വീസയുടെ കാര്യം അല്ലേ, അതല്ലേ വിഷയം. വീസ അടിക്കുന്ന സ്റ്റാമ്പ് ഓടിരിപ്പുണ്ട്, മാതാമ എവിടെ ഉണ്ട്, പെരുക്കം അത് നടക്കും. ഇത് വേറെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് ഹാർട്ട് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേ. 10 പേരുടെ കയ്യിലും വിളക്കില്ലായിരുന്നോ? ഒന്ന് മൂളപ്പ. 10 പേരുടെ കയ്യിലും വിളക്കില്ലായിരുന്നോ? ഉണ്ട്.
10 പേരുടെയും വിളക്കിനകത്ത് എണ്ണയില്ലായിരുന്നോ? ഉണ്ട്. അപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള അന്യഭാഷയൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലല്ലേ? നിങ്ങൾ കേട്ടില്ല? 10 പേരുടെയും വിളക്കുണ്ടായിരുന്നു. ആമേൻ പറയാമോ? 10 പേരുടെ വിളക്കിനകത്ത് എണ്ണ ഉണ്ടായിരുന്നെന്ന്. പക്ഷേ മണവോളൻ വരുന്നുവെന്ന് കേട്ടപ്പോ 5 പേരുടെ വിളക്ക് മങ്ങാൻ തുടങ്ങി. ഇതിനകത്തൊരു പോസിറ്റീവ് ലൈൻ എന്നറിയോ? 10 പേര് കൂടെ ഒരുമിച്ച് ഞങ്ങള് ഇതൊരഞ്ചും കൂട്ടിക്കൂ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ ജീവിതം നയിക്കുക. ഞങ്ങള് ഇങ്ങനെ വിശ്വാസ ജീവിതം നയിക്കുമ്പോ ഇദ്ദേഹം ആ 5 അപ്പൊ ഇവർ 5 പേരോട് ഒരു തീരുമാനം എടുത്തു. വിളക്കില്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വിളക്കിലെ എണ്ണ പോരാ, ആത്മദാഹം, ആത്മാവിന് വേണ്ടിയിട്ടുള്ള കൊതി, ആത്മാവിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു വ്യഗ്രത. എന്റെ ഭാഷ പറഞ്ഞാൽ 5 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് വൈറ്റ് കോളർ വിശ്വാസ ജീവിതം വേണ്ട, ഞങ്ങൾ ആത്മാവിൽ നിറയണം. നിങ്ങൾ ഈ മൈക്ക് പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോ നിങ്ങളുടെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഭരിക്കുന്നില്ലേ? ക്യാമറയും കൊണ്ട് ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടെന്ന് ഇല്ലേ? അത് നിങ്ങൾ മറക്കുന്ന ഒരു ദിവസം വരണം. വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടല്ലാതെ സാഹചര്യങ്ങളെ എല്ലാം മറക്കുന്ന ഒരു മിനിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ റാഫയെ നോക്കി പ്രവചിക്കുകയാണ്. നമ്മളെ അറിയാതെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മളെ അറിയാതെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. 5 പേര് പറഞ്ഞു, വിളക്കിലെ എണ്ണ കൊണ്ട് ഞങ്ങൾ തൃപ്തന്മാരല്ല. നിങ്ങൾ കേട്ടായിരുന്നോ? ഇത് 5 പേര് സുന്നഹദോസ് കൂടി തീരുമാനിച്ചതല്ല. ഇത് 10 പേരോട് കൂടെ ഒരുമിച്ച് പറഞ്ഞതാ. നമുക്ക് വിളക്കിലെ എണ്ണ പോരാ, ഇങ്ങോട്ട് വാ. എന്നോട് നിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ? ദേവദാസനെ 10 പേരും കൂടെ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. ഒരുമിച്ച് പറയുക, നമുക്ക് വിളക്കിലെ എണ്ണ പോരാ. ഇന്ന് രാത്രി എത്ര പേര് തീരുമാനിക്കൂ, ആമ ഈ ആത്മതലം പോരാ. ഒന്ന് കരടിച്ച് അന്നേരം നിങ്ങൾ ചിന്തിക്കുക, അയ്യോ റാഫ വർഷിപ്പ് സെന്ററിലെ ആരാധന ലൈവ് പോകുന്നതല്ലേ, നമ്മളൊരു ലിമിറ്റിന്റെ മേളിൽ കിടന്ന് ചാടിയാൽ ലൈവ് കാണുന്നവർ എന്തു പറയാ? അപ്പൊ അവളെ കാണിക്കാനാണോ ആരാധന? ലൈവുകാരനെ കാണിക്കാനാണോ നിന്റെ ആരാധന? നിർത്ത. 10 പേര് കൂടെ ഒരുമിച്ച് പറഞ്ഞു, പറ്റത്തില്ല, നമുക്ക് ഈ വിളക്കിലെ എണ്ണ പോരാ. അന്നേരം 5 പേര് പറഞ്ഞു, ഈ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ആത്മികരായാലും പ്രശ്നമാണ്. എല്ലാ യോഗത്തിനും അങ്ങോട്ട് പറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഞായറാഴ്ച ചെല്ലുന്നുണ്ടല്ലോ, അത് പാസ്റ്റർ വരവ് വെക്കാൻ പറ. ഹലോ, 10 പേരും കൂടെ ഒരുമിച്ചാ പറഞ്ഞത്. 5 പേര് ഹൈലൈറ്റ് ചെയ്തു, നമുക്ക് ഈ വിളക്കിലെ എണ്ണ പോരാ. അവസാനം ഈ കൂട്ടം 2 ആവുക. പിളരുമല്ല, സഞ്ചാരമൊക്കെ ഒരുമിച്ചാ. വിളക്കിലെ എണ്ണ കൊണ്ട് തൃപ്തിപ്പെടുന്ന 5 പേരും പാത്രത്തിലെ എണ്ണയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന 5 പേര് എഴുന്നേക്കും. പാസ്റ്റർ, അങ്ങനെ ഒരു തലമുറ സഭയ്ക്കകത്ത് എഴുന്നേക്കും. വിളക്കിലെ എണ്ണ കൊണ്ട് തൃപ്തിപ്പെടാത്തൊരു തലമുറ. ഒന്ന് വൃത്തിക്കൊന്ന് കൈയടിച്ച്
എനിക്കറിയില്ല. എന്നോട് റാഫ ചർച്ചിൽ നോക്കി പ്രവചിച്ച് പറയാൻ ദൈവം എന്ന് പറയുന്നു, 100% ആത്മാവിന്റെ കൊടുങ്കാറ്റിൽ ഈ ശാപം നിന്ന് ഇളകാൻ പോകയാ. സഭായോഗങ്ങൾ വൈകുന്നേരമായാലും നിർത്താൻ കഴിയാതെ ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച്, വൈകുന്നേരമായാലും ആരാധന നിർത്താൻ കഴിയാത്ത ഈ 5 പേര് തമ്മിൽ പിണങ്ങിയിട്ടില്ല. 5 പേരുടെ ലക്ഷ്യം ഒന്നാ, മണവാളൻ. പക്ഷെ 5 പേര് തീരുമാനിച്ചു പാത്രത്തിൽ എണ്ണ വേണം. ദേവദാസനെ ഒറ്റ വാക്ക് എന്നിട്ട് പൊക്കോട്ടെ, എന്നോട് കൂടുന്നത് സോറിയെ. ഒരു കയ്യിൽ വിളക്ക്, ഈ വിളക്ക് ഇരിക്കുന്നിടത്തോളം കാലം ഈ കൈ എൻഗേജഡാ. സത്യമല്ലേ? ഈ കൈ പറഞ്ഞു, കമോൺ, ഈ കൈ എൻഗേജഡാണ്, ഈ കൈ ഫ്രീ ആണ്. 5 പേര് തീരുമാനിച്ചു ഈ കൈക്കകത്ത് ഞങ്ങൾക്ക് പാത്രത്തിൽ എണ്ണ വേണം. ഈ ദൈവ മനുഷ്യന്റെ 2 കൈയും എൻഗേജ്ഡ് ആയി. എങ്ങനെ? പരിശുദ്ധാത്മാവിന് വേണ്ടി. ഈ കയ്യിൽ എണ്ണ, ഈ കയ്യിൽ വിളക്ക്, ഈ മനുഷ്യൻ എൻഗേജ്ഡ് ആയി അണ്ടർ ദ ഹോളി സ്പിരിറ്റ്. അഞ്ച് പേര് ആത്മാവുണ്ടോ? ഉണ്ട്. എന്നാൽ അവരുടെ ഒരു കൈ ഫ്രീയുവാ. ഇനി ആ കൈ അവരെന്തിനു ഉപയോഗിക്കുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതിന്റെ ആള് ഞാനല്ല. അവർക്ക് സഭയോ മുടക്കിച്ച് ടൂറിന് പോകാൻ കഴിയും, ഒരു കൈ ഫ്രീ ആണല്ലോ. അനന്തരവൻ വരുന്നെന്ന് പറഞ്ഞ് സഭായോഗം മുടക്കാൻ അവർക്ക് പറ്റും, ഒരു കൈ ഫ്രീ ആണല്ലോ. ഇനി ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ അല്ലേ? എണ്ണയില്ലാത്തൊരു തലമുറയ്ക്ക് നിത്യത ഒരു വിദൂര സ്വപ്നമായി മാറും. ഇത് ആക്രോശമല്ല, ഇതൊരു മുന്നറിയിപ്പാണെന്ന് കൂട്ടിയാൽ മതി. ഹോളി സ്പിരിറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊന്ന് കൈയടിച്ചൊന്ന് ആത്മാവിലൊന്ന് ആരാധിച്ച് മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്ത അടുത്തിരിക്കുന്നവരെന്നെ നോക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആ സെക്കൻഡിൽ ടം തീർന്നവന്റെ ആരാധന. ഇത് നിനക്ക് മറക്കാൻ കഴിയാത്തിടത്തോളം കാലം നീ ഒരു ലെവലിന്റെ മേളിലോട്ട് കയറുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ? നമുക്ക് ഹോളി സ്പിരിറ്റിനെ ഒന്ന് സ്നേഹിക്കാം. എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവിയാണവരെ, അൻപിനാവിയാണവരെ, എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവിയാണവരെ, അൻപിനാവി ആണവരെ. പഠിക്കേ, ആവിയാണവരെ, അൻപിനാവിയാണവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തി പാടിക്കേ. ഹല്ലേലൂയ. എന്നെ ആനന്ദ
അഭിഷേകം ചെയ്തിടും ആവി ആണവരേ, അൻപിന്നാവി ആണവരേ, എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവി ആണവരേ, അൻപിന്നാവി ആണവരേ. മൂന്ന് ലക്ഷം പേര് കൂടുന്ന സഭ ഇന്ത്യയിലുണ്ടല്ലോ. ഹലോ, 3 ലക്ഷം പേര് കൂടുന്ന 2020 മീറ്റിംഗ് നടന്നിട്ട് 50,000 പേര് വന്നപ്പോ ദേശത്തിലെ ഇളക്കതികൾ ഓർത്തു വയ്ക്കേ. യേശുവിന്റെ നാമത്തിൽ റാഫയിലെ ബിലീവേഴ്സിനെ എറണാകുളത്തിന് താങ്ങാൻ കഴിയാതെ വരട്ടെ. കൈയൊന്ന് അടിച്ചോണ്ട് യേശുവിന് നന്ദി പറഞ്ഞാട്ട് ആ ദൂതിനെ കൺസീവ് ചെയ്യുക. കമോൺ, ആ ദൂതിനെ കൺസീവ് ചെയ്യുക. യേശുവിന്റെ വരവിന് മുമ്പ് അതിവിടെ നടക്കട്ടെ. ആ പാസ്റ്ററും എനിക്കും 2 കർത്താവില്ല, ഒറ്റ കർത്താവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മേലും എന്റെ മേലും വ്യാപരിക്കുന്ന 2 പരിശുദ്ധാത്മാവല്ല, പറ, ഒറ്റ പരിശുദ്ധാത്മാവ്. നടക്കും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ നടക്കും. ഒന്ന് പറഞ്ഞ് കമോൺ, നടക്കും. ഞാൻ ദൈവമക്കളോട് കഴിയുമെങ്കിൽ ഒറ്റ നെഗറ്റീവ് പറയരുത്. ഈ ആത്മാവിനെ വിമർശിക്കുന്ന, ദൈവപ്രവൃത്തിയെ വിമർശിക്കുന്നവരെ മുമ്പിൽ പോയി ഇരിക്കരുത്. ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നവരോട് കൂടെ നടക്കണം. നമുക്ക് വലിയ PhD ഒന്നും വേണ്ട, ചുമ്മാ അങ്ങ് പറയാം. കർത്താവ് PhD കാരെ ഒന്നും അല്ലല്ലോ തുടക്കത്തിലെ ശിഷ്യന്മാരാക്കിയത്. പത്രോസിനെയൊക്കെയല്ലേ വിശ്വാസത്തോടെ പറയണം, നടക്കും. ബിനോയ് പാസ്റ്റർ പറയും, അയ്യോ ഇനി എനിക്ക് ഹോൾ പണിയാൻ വയ്യേ, പണിത് നട്ടല്ലൊടിഞ്ഞേ എന്ന് പറയും. യേശുവിന്റെ നാമത്തിൽ ഇനി കർത്താവ് ഒരു ഇൻഡോർ സ്റ്റേഡിയം തുറക്കട്ടെ. വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുക. അത് നടക്കും. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം Come on. എന്തോ എനിക്കറിയില്ല, ഈ പ്രാർത്ഥനയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. അന്യഭാഷ പറഞ്ഞു. ദൈവത്തെ യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ ഞായറാഴ്ച 7-8 സർവീസുകൾ നടക്കട്ടെ. ഒരൊറ്റ ഞായറാഴ്ച രാവിലെ പാസ്റ്റർ രാവിലെ 7 മണിക്ക് ചർച്ചിൽ കയറിയാൽ രാത്രി 11 മണിയായാൽ തിരിച്ചു പോകാൻ കഴിയാത്ത നിലകളിൽ ആരാധനകൾ റാഫയിൽ നടക്കട്ടെ. കമാൻ, വിശ്വസിക്കുന്നവർ യോഗത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്. ദൈവജന മാസ്റ്റർ പ്ലാനുകൾ തുറക്കുന്നു, ദൈവജന പദ്ധതികൾ തുറക്കുന്നു. അവിശ്വസിക്കരുത്, വിമർശിക്കണ്ട, വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആരാധിക്ക്. ഉഴപ്പിയിരിക്കാതെ കൈ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് ആരാധിക്ക്. ദൈവം എന്തോ ചെയ്യും, ദൈവം എന്തോ ചെയ്യും. ദൈവം ഈ ദേശത്തെ
ഈ സഭയെ മുടിച്ചു കളയാൻ അന്ധകാര ശക്തികൾ എത്ര എത്ര ആവർത്തികൾ. വിശ്വാസത്തോടെ ആരാധിക്കാൻ. ഒരു ചെറിയ ഓടുട്ട പെരക്കകത്ത് തുടങ്ങിയ ആരാധനയെ ഇത്രത്തോളമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ ഇന്നലെയും ഇന്ന് yesterday today and forever. വിശ്വസിക്കുന്നവർ മാത്രം വായി തുറന്ന് അന്യഭാഷ പറ. അന്തരീക്ഷം മാറട്ടെ, സഭയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവട്ടെ. Hallelujah. Hallelujah. ഒരു സഭായോഗം കഴിഞ്ഞ് ആലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് പോലും കോമ്പൗണ്ട് വിട്ട് പോകാൻ കഴിയാതെ അടുത്ത ആരാധന ചർച്ചിൽ നടക്കുമ്പോൾ അവർ അന്യഭാഷ പറഞ്ഞ് റോട്ടിലൂടെ നടക്കട്ടെ. ദുരാത്മ മണ്ഡലങ്ങൾ സഭയുടെ കാലിന്റെ കീഴേ. വലിയ ബസ്സുകളിൽ ആത്മാക്കൾ സഭയിലേക്ക് വരട്ടെ. വലിയ സഭയുടെ പേരെഴുതിയ വാഹനങ്ങൾ ആമേ ചുറ്റും ഓടട്ടെ. വിശ്വസിക്കാൻ കഴിയുമോ? ഒരു വാക്ക് ഞാൻ കേട്ടി പറയാം. സാറയുടെ മുഖത്ത് നോക്കി വിമർശിക്കണ്ട. വാഗ്ദത്തം ജനിക്കുന്നത് ഗർഭപാത്രത്തിലാണ്. കാണുന്ന മേഖലകളിൽ സാറയുടെ മുഖത്ത് പ്രായമേറിയാലും ആമേ അവളുടെ ഗർഭപാത്രം സജീവമാണ്. ഓ ആവിയാനവരെ, അൻപിനാവിയാണവരെ, ഒന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആവിയാണവരെ, അൻപിനാവി ആണവരെ, എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവിയാണവരെ, അൻപിനാവി ആണവരെ. ആ കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവി ആണവരെ, അൻപിനാവി ആണവരെ. കോതിയാണപ്പാ കോതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. പഠിക്കേ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ. പഠിക്കേ സഭ ഒരുമിച്ച്. ഓ കൊതിയാണപ്പാ കൊതിയാണ നിൻ ഹിതങ്ങൾ അവരൊന്ന് പാടേ. ആരെല്ലാം തള്ളിയ ഏകനാകും
കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. ഉച്ചത്തിൽ പാടുക. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ഞാൻ ദൈവമക്കളോട് വളരെ 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 ആഴമായി പറയുന്നു. ഭ്രാന്തമായി പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരണം. എന്റെ ഈ വാക്കുകളെ ആര് ദുർവ്യാഖ്യാനം ചെയ്താലും എനിക്ക് ഭയമില്ല. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു, ഭ്രാന്തമായി പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. പെട്ടെന്ന് 2-3 കൂട്ടം കാര്യങ്ങൾ ഈ ദൂതനോട് വാക്യത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 1:20 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അങ്ങനെ അവൻ ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിലും വ്യാപരിച്ചു, which he wrote in Christ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് ഓടി വരാം. ഈ യേശുവിന്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിച്ചു നോക്കിയാൽ കാണാം. ഏതാണ്ട് 5 മേഖലകളിൽ പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള ഇടപെടലുകൾ, ഇടപാടുകൾ. ഒന്നാമത്തത് പെട്ടെന്ന് പറഞ്ഞു വിടുക. ലൂക്കോസ് 1:35. യേശു മറിയയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന ഭാഗമാണ്. ഓർക്കുന്നുണ്ടോ വാക്യം എന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറ, അത്യുന്നതന്റെ ശക്തി. എടുത്തെങ്കിലും വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്ക് എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾ പറ. ഈ വാക്ക് ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കണം? കിഴക്കേതലിൽ താനുണ്ടാക്കിയ ഊഴിയിലെ പുഴു കൊണ്ട് ആദമിനെ നിർമ്മിച്ച് ഉറക്കിക്കിടത്തി വാരിയിലെടുത്ത് ഹൗവയ്ക്ക് ജന്മം കൊടുത്ത് ഒന്നാമത്തെ കുടുംബത്തെ ഭൂമിയിലാക്കി വെച്ച് 2 തലമുറകൾക്ക് ജന്മം കൊടുത്ത് അന്ന് മുതൽ മറിയയുടെ കാലഘട്ടം വരെ തലമുറ ജനിച്ചതെല്ലാം സ്ത്രീ പുരുഷ സംയോഗത്താലാണ്. മറിയയുടെ കാലം വന്നപ്പോൾ മാനുഷിക ജനിതക ജനനക്രമത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു ഇടപെടൽ നടത്തിയച്ച് പറയുകയാ, സ്ത്രീ പുരുഷ സംയോഗത്താലല്ല, അത് ആത്മാവിനാൽ സംഭവിക്കാൻ പോകയാ.
ഇന്ന് രാത്രി എനിക്കറിയില്ല, എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു. ലോക ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്തത് നിന്നിലൂടെ ചെയ്യാൻ കരമടിച്ച് ലോക ചരിത്രത്തിൽ ഇന്നുവരെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ പറ, യേശു കർത്താവിന്റെ 37 അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ബൈബിളിനകത്തുണ്ട്. 37 അത്ഭുതങ്ങൾ സൂപ്പർ നാച്ചുറൽ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്തത്. അതിനകത്ത് ഒന്ന് പറയും, യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി. യേശു നിലത്ത് തുപ്പി കൈകൊണ്ട് മണ്ണ് കുഴച്ച് കണ്ണുരുട്ടി. ആ മണ്ണുരുട്ടി അവന്റെ കണ്ണിനകത്തോട്ട് അവൻ തേച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ശീലോഹാ കുളത്തിൽ കൊണ്ട് കഴുക്. 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാം കുളത്തിൽ തണുത്ത വെള്ളം തട്ടി കണ്ണിനകത്ത് വെച്ച് മണ്ണിലേക്ക് തെറിപ്പിച്ചപ്പോൾ മണ്ണ് ചാടിക്കേറി കണ്ണാകുന്നത് അവൻ പലസ്തീൻ നാട് മുഴുവൻ കണ്ടതാണ്. നിങ്ങൾ കേട്ടില്ല? ആമ യേശു നിലത്തു തുപ്പി കുഴച്ച ക്ലേ, ആ മണ്ണ് ഒരാമ പറയാമോ? കണ്ണാകുന്നത് എല്ലാവരും കണ്ടതാണ്. എന്റെ ചിന്ത പറയാം, പിറ്റേ ദിവസം തൊട്ട് ആ വഴിയിൽ ഒത്തിരി ആളുകൾ ക്ലേയുടെ ബിസിനസ് തുടങ്ങി കാണും. ഒത്തിരി ആളുകൾ മണ്ണിന്റെ ബിസിനസ് തുടങ്ങി. പക്ഷെ യേശു പിന്നെ അത്ഭുതം ഒരിക്കൽ പോലും ആവർത്തിച്ചില്ല. അതിന്റെ കാര്യം എന്നറിയാമോ? ആ അത്ഭുതം ആവർത്തിക്കാനുള്ളതല്ല, അത് അവന് വേണ്ടിയിട്ടുള്ള പാക്കേജാണ്. നീ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ചെല്ലുമ്പോൾ നിന്റെ തമ്പടിക്കുന്നത് കണ്ടിട്ടില്ലേ? നിന്റെ കൈരേഖ എന്തെന്നറിയാമോ? അതിന്റെ അകത്തൊരു വേഴ്സിറ്റാലിറ്റി ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും വേണ്ടി ചെയ്യാത്തത് നിന്നിലൂടെ ചെയ്യാൻ സംതിങ് ഒരു ഭയങ്കര നിയോഗം ഇന്ന് രാത്രി ആരുടെയോ തലമേൽ വീഴുകയാണ്. അതിനെ കൺസീവ് ചെയ്യുക. നീ ബില്ലി ഗ്രഹാം അല്ല, നീ റെയിൻ ഹാഡ്ബോങ്കെ അല്ല, നീ ബെൻഹിൻ അല്ല, നീ ബെർണാഡ് ബ്ലെസ്സിംഗ് അല്ല, നീ റോജർ ഹൗസ്മൈ അല്ല. അവരൊക്കെ അവർ തന്നെയാ. നീ അവരല്ല. ഒരുപക്ഷെ അവരിലൂടെ ലോകം കാണാത്തത് നിന്നിലൂടെ ചെയ്യാൻ ഞാനിന്ന് രാത്രി ഒരു പൊട്ടനെ പോലെ ഒന്ന് ചിന്തിക്കട്ടെ. കല്യാണം ഉറപ്പിച്ച് ആ മുറിക്കകത്ത് ഭിത്തി തുറന്ന് ദൂതൻ ചെന്നില്ലെങ്കിൽ യോസഫിന്റെ 4 കൊച്ചുങ്ങളെയും പ്രസവിച്ച് ഒരു സാധാരണ വീട്ടമ്മയായി തൊഴിലുറപ്പും ചെയ്ത്, അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി പോയി ജോലി ചെയ്ത് അസ്തമിച്ചു പോകേണ്ട ആളാ മറിയ. ഒരൊറ്റ എൻകൗണ്ടർ അവളെ വേറെ ഒരാളാക്കി മാറ്റി. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആ എൻകൗണ്ടർ നിനക്ക് വേണ്ടി തുറക്കാൻ എല്ലാ ലിമിറ്റേഷൻസും പൊട്ടിച്ചു കള. ഞാനൊന്നുകൂടെ പറയുന്നു, എല്ലാ ലിമിറ്റേഷൻസ് നിങ്ങളൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ ദൈവം എന്നെ ഉപയോഗിക്കും. ദൈവം എന്നെ ഉപയോഗിക്കും. നിങ്ങൾക്കൊന്ന് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുമോ? വിളംബരം ചെയ്യാൻ പറ്റുമോ? എന്തോ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. Come on. എത്ര പേര് വായി തുറന്നു
ദൈവം എന്തോ വലിയ കാര്യത്തിന് വേണ്ടി ഗ്രേറ്റ് തിങ്സ് നിന്റെ കയ്യിലിരിക്കുന്ന ഒരു കല്ല് ഗോലിയാത്തിനെ നെറ്റി കടിക്കാനുള്ളതാണ്. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാവേ. പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ഇടപെടൽ വീണ്ടും ജനനത്തിന് വേണ്ടിയാണ്. യേശു നമ്മുടെ ഉള്ളിൽ ഉരുവാകാൻ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്കതൊക്കെ വിശദീകരിക്കാൻ ഇഷ്ടമുണ്ട്, സമയം പോകുന്നുണ്ട്, വിടുക. ഇനി രണ്ടാമത്തെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നടക്കുന്നത് യേശുവിന്റെ സ്നാനത്തിലാണ്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ ഇറങ്ങിയെന്നാണ്. അത് സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മവ്യാപാരമാണ്. മൂന്നാമത്തത് ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഞാനൊരു വാക്ക്, ഞാൻ ആരെ നിഷേധിച്ചുകൊണ്ട് പറയല്ല. ഈ ആത്മനിറവൊന്നും ഒരു കോൺഫറൻസിനകത്തുനിന്നും വാരിക്കോരി ആരുടെയും മടിയിലിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. ശരിക്കും ആത്മനിറവ് ഉണ്ടാകുന്നത് യോർദാൻ സമാനമായ പ്രതിസന്ധികളിൽ കൂടെ നീ കടന്നു പോകുമ്പോഴാണ്. ചുമ്മാ ചോദ്യം, ആത്മനിറവ് എവിടെ കിട്ടും? മറുപടി, യോർദാന്റെ തീരങ്ങളിൽ. നിന്നെ ആത്മാവിൽ ശക്തനാക്കി മാറ്റുന്നത് നിന്റെ പ്രതിസന്ധികളാണ്. എത്ര പേര് ആമേൻ പറയുന്നു? ലൂക്കോസ് 4:14 എടുക്കണ്ട. അവൻ ആത്മാവിൽ ബലപ്പെട്ടു ഗലീലയ്ക്ക് പുറപ്പെട്ടു എന്ന് വാക്യമുണ്ടല്ലേ. യേശു ആത്മാവിൽ ശക്തിപ്പെട്ട് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഞാൻ ആ 4 കൂട്ടം കാര്യം പറഞ്ഞിട്ട് 5ാമത്തെ ഭാഗത്ത് നിന്ന് തൊട്ടിട്ട് പ്രാർത്ഥിക്കാം. 1, യേശു ഉള്ളിൽ ഉരുവാകാൻ ആത്മാവ് ഇറങ്ങി. 2, സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മവ്യാപാരം. 3, ആത്മനിറവ്. 4, ആത്മാവിന്റെ ബലം. 4 കൂട്ടം കാര്യം നിങ്ങൾ അകത്തെത്തിയോ? 5ാമത്തത് സ്പിരിറ്റ് ഓഫ് റിസറക്ഷൻ, ഉൽപ്രാപണത്തിന് വേണ്ടി. യേശുവിനെ കല്ലറയ്ക്കകത്ത് ആ ഭാഗം മാത്രം ഒരു ശകലം മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പേര് സന്തോഷത്തോടിരിക്കുന്നു? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എന്നെ ഈസി ആയത് വായിക്കാനല്ലേ? എന്നെ ഈസി ആയത് വായിക്കാൻ. ഞായറാഴ്ച എത്ര സിമ്പിൾ ആയിട്ടാണ് ചിലർ കർത്തൃമേശ അനുഭവിച്ചു പോകുന്നത്. ഇങ്ങനെ അങ്ങ് വെറുതെ നിൽക്കുക, പാത്രം അടുത്തൂടെ വരുമ്പം എടുക്കുക. അതിനിടയ്ക്ക് പാസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാലും മനസ്സിൽ പറഞ്ഞ് വേഗം തീർന്നിട്ടിരുന്നെങ്കിൽ ചൂട് കൂടുതൽ വീട്ടിൽ പോകായിരുന്നു. അത്ര സിമ്പിൾ ആയിരുന്നോ യേശുവിന്റെ ഉയർപ്പ്? വിശദീകരിക്കാൻ നേരെയില്ല, ഞാൻ പറയാം. ഗെത്സമന്റെ തോട്ടത്തിൽ വെച്ച് ഒരു വാക്കിങ്ങനെ അങ്ങ് കയറ്റി വെച്ചിരിക്കുക. വല്ലാതെ രോമകൂപത്തിൽ കൂടെ ചോരത്തുള്ളി വന്നെന്നല്ല, വിയർപ്പ് തുള്ളി ചോരത്തുള്ളി പോലെ. ഈ പോലെ എന്നുള്ള വാക്ക് കിടക്കുന്നുണ്ട്. ചോരത്തുള്ളി ആണെന്ന് വ്യാഖ്യാനിക്കാൻ അനുവാദമില്ല. എന്ന് പറഞ്ഞാൽ രോമകൂപത്തിൽ കൂടെ ചോര ചാടുന്നത് പോലെ യേശുവിന്റെ ഹൃദയം ബ്രോക്കൺ ചെയ്തിട്ടാണ് അവന്റെ വിയർപ്പ് തുള്ളി പുറത്തേക്ക് വരുന്നത്. സമാനതകളില്ലാത്ത മാനസിക സംഘർഷത്തിന്റെ ഗെത്സമന യേശു നേരിടുകയാണ്. ഈ ഗെത്സമനയില് എന്നെ കേട്ടിരിക്കണം. ഇനി ഒരു 5 മിനിറ്റ് പ്ലീസ്. ഈ ചോരത്തുള്ളി പോലെ വിയർപ്പ് തുള്ളി പുറത്തു വന്ന കർത്താവ് അടുത്ത ഏതാണ്ട് ഞാൻ വായിച്ച
ചില രേഖകൾ വെച്ചൊരു 18 മണിക്കൂർ സമാനതകളില്ലാത്ത കിരാത എന്ന് പറഞ്ഞ അതൊക്കെ ആഘോഷിക്കുന്നവർ ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് ഉടയതമ്പുരാൻ അറിയാം. ആത്മസംഘർഷങ്ങളുടെ ഗത്സമന 5 കോടതിയിൽ 6 തവണ വിസ്തരിക്കപ്പെടുന്നു. കേൾക്കുന്നുണ്ടോ? പാപമറിയാത്ത പരമപരിശുദ്ധൻ പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഭൂനിരപ്പിൽ 6 പടി താഴോട്ടിറങ്ങുന്ന കൽത്തളത്തിൽ കൽക്കുറ്റിയിൽ വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച് ഇടത്തും വലത്തും കാരിരുമ്പിന്റെ ഉരുക്കുമുട്ടിയുള്ള കാപാലികന്മാർ അലറിക്കൊണ്ട് ആയുധം ഘടിപ്പിച്ച് വടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ താമര ഇതള് പോലെ മാർദ്ദവത്വമുള്ളവർ അറവശാലയിൽ കുറകു തൂകുന്നത് പോലെ രക്തം ഒഴുകി ഉണങ്ങി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യേശു വിരൂപനായി എനിക്കറിയില്ല, ഞാനൊരു പ്രവചനം പോലെ പറയാ. എല്ലാരും കൈ ഒഴിഞ്ഞ നിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. എല്ലാരും പ്രാർത്ഥിച്ചോണ്ട് നിന്നേ. എല്ലാരും എല്ലാ മേഖലയും തോറ്റടത്തോട്ട ഹോളി സ്പിരിറ്റ് ഇറങ്ങുകയാ. പത്രോസിന് വേണ്ട, അന്ത്രയോസിന് വേണ്ട, യാക്കോബിന് വേണ്ട, ഫിലിപ്പോസിന് വേണ്ട, ബർത്തലോമയ്ക്ക് വേണ്ട, പക്ഷേ പരിശുദ്ധാത്മാവിന് വേണം. പതിനെട്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണേ. ഞാൻ ദൈവത്തോട് പറയുന്നത്, നിങ്ങൾ മരിക്കുന്ന അന്ന് വരെ ദൈവവചനത്തിനു മുമ്പിൽ വിറയലോടിരിക്കാൻ പഠിക്കണം. അലക്ഷ്യമായി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. ഞാൻ ഒരു വാക്യ കയറ്റി പറയാം. നിങ്ങൾ ആചരിക്കണം നിർബന്ധമില്ല. പറ്റുമെങ്കിൽ ആലയത്തിനകത്ത് കാലിന്റെ മേൽ കാല് വെച്ച് ഒരാൾ പോലും ഇരിക്കരുത്. കാര്യം അത് തെറ്റാണ്. നീ ഇരിക്കുന്നത് കൂട്ടുകാരന്റെ മുമ്പിലല്ല, അപ്പായുടെ മുമ്പിലാ. അത് പറയാ, നീ ആരാടാന്നാണോ? ഞാൻ ആരെങ്കിലും ആട്ടെ. ചില പ്രത്യേക സമയങ്ങളിൽ പത്രോസിന് വേണ്ട നമ്മളെ, അല്ലേ? അന്ത്രയോസിന് വേണ്ട, അല്ലേ? ഫിലിപ്പോസിന് വേണ്ട, അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവിന് നിന്നെ വേണം. നിന്നെ ഒതുക്കിയ മുറികളെ എല്ലാവരും അംഗീകരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് അംഗീകരിക്കല, പൊളിക്കുവാണ്. എനിക്കറിയില്ല, എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാനൊരു പൊട്ടനെ പോലെ പ്രവചിക്കാം. ചിലരുടെ ജീവിതത്തിന്റെ അടുത്ത ലെസൺ ഇന്ന് തുടങ്ങുകയാ. അടുത്ത ചാപ്റ്റർ. നിർത്തുക, എനിക്കറിയില്ല ഇനി എന്താ പറയണ്ടേ. എന്റെ പാസ്റ്റർ 18 മണിക്കൂർ കൊണ്ട് ഒരു വൈദ്യൻ ഇഞ്ച ഇടിച്ചു പിടിയുന്നത് പോലെ, ഒരമ്മ അലക്ക് കല്ലിൽ തുണി വാരി അലക്കുന്നത് പോലെ, അടകല്ലിൽ വെച്ച് അമ്മിക്കല്ല് കൊണ്ടൊരു വസ്തുവിനെ ചതയ്ക്കുന്നത് പോലെ, പണിശാലയിൽ ഒരു മനുഷ്യൻ ഇരുമ്പ് തണ്ടിനെ അടിച്ച് പദം വരുത്തുന്നത് പോലെ 18 മണിക്കൂർ ആക്രമിച്ച് നശിപ്പിച്ച ബോഡി 18 മണിക്കൂർ കൊണ്ട് പിശാച് തകർത്തതിനെ 18 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധമാ പണിയാൻ തുടങ്ങി. ഞാൻ ഇനി എന്നെ പ്രസംഗിക്കേണ്ട നിങ്ങൾ പറ.
സാത്താന്യ ലോകം 18 മണിക്കൂർ കഷ്ടപ്പെട്ട് തകർത്ത ബോഡി 18 സെക്കൻഡ് കൊണ്ട് ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ. നിങ്ങള് WROUGHT റോട്ട് ആ വാക്കിന്റെ ശരിക്കുള്ള മലയാളം മീനിങ് എന്നാണെന്നറിയോ? തീക്കകത്ത് പണിത് പദം വരുത്തി പുറത്തു കൊണ്ടുവന്ന ലോഹ കഷണം. Which he wrote in Christ. യേശുവിന്റെ മേലോട്ട് പരിശുദ്ധാത്മാവ് ചെന്നേച്ച് ഇനി റോമാക്കാരന്റെ ആണി കേറാത്തൊരു ശരീരം. Come on.